നിന്നെ വെറുതെ വിട്. ഇത്രയും ദ്രോഹിച്ചത് പോരെ. അതെങ്ങനെയാടേ? നിന്റെ ഈ നഗ്നമായ ചിത്രങ്ങൾ ഇതിൽ കിടക്കും തോറും അത് കാണുമ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്ത ഹരമാണ്. അത് കാണുമ്പോൾ ഞാനിങ്ങി വരും. നിനക്ക് എതിർക്കാൻ പറ്റില്ല, അത് ഓർമ്മ വേണം. എൻ്റെ ആവശ്യം നീ എതിർത്താൽ ഈ ഭൂലോകം മുഴുവൻ ഇത് കാണും. അപ്പം നീ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഇടയിൽ നമ്മൾ അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് പോകും. ഇനിയുള്ള കാലം സെക്സ് വെച്ച് ഭീഷണിപ്പെടുത്താനൊന്നും കഴിയില്ല. മനസ്സിലാവടാ മാറി. അമ്മ. മോളെ എണീസായിരുന്നു. ശിവചേട്ടനുള്ള ചായ കൊടുത്തായിരുന്നോ? ചായ കൊണ്ടുകൊടുക്കാൻ തുടങ്ങുമായിരുന്നു. മോളെ ചായ ഞാൻ കൊണ്ടു കൊടുത്തോളാം. മോള് ചായ കുടിക്ക്. വേണ്ടമ്മേ, ഞാൻ കൊണ്ടു കൊടുത്തോളാം. മോൾ ചായ ഇങ്ങ് കൊണ്ടുവന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇങ്ങത്താ. ഇല്ല, ഇതെന്റെ ശിവചേട്ടനാ. ശുഭിച്ചേട്ടനാ? മാമനെ ഒരു ഗവനവും ഇല്ല. ഞങ്ങളെ എണീച്ചായിരുന്നോ? ഞാൻ ചായ എടുക്കാം. ചേച്ചി ശ്രദ്ധിച്ചാണോ ഇപ്പൊ ബാമിയിലെ ചില മാറ്റങ്ങള്? ബാമയ്ക്ക് എന്ത് മാറ്റവാടാ? അപ്പൊ ചേച്ചി ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ? അതെന്താടാ ഇവിടെ ഞാൻ അറിയാതെ നടക്കുന്നത്? അവനോടുള്ള മോളുടെ പെരുമാറ്റം ചേച്ചി കാണുന്നില്ലേ? ഓ, അതാണോ കാര്യം? അല്ലടാ, ബാമയെ നമുക്ക് ഇങ്ങനെ നിർത്തിയാൽ മതിയോ? അവൾ ആരുടെങ്കിലും കൂടെ കെട്ടിച്ചു വിടണ്ടേ? അത് തന്നെ ചേച്ചി ഞാനും ആലോചിക്കുന്നേ. ബാമ ഇങ്ങനെ നിർത്തിയാ മതിയോ? ചേച്ചിക്ക് ഷിബുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നല്ല ഇറക്കനല്ലേ? അവൻ നല്ല പയ്യനൊക്കെ തന്നെയാ, പക്ഷെ രണ്ടാം കെട്ടല്ലേടാ. അവൾക്ക് ഇഷ്ടാവോ അത്? അവനെ പോലെ നല്ലൊരു പേര് നമുക്ക് കിട്ടുമോ ചേച്ചി? ചേച്ചി അവളോടൊന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അവനോട് സംസാരിക്കാം. അവൾ വരട്ടെ, ഞാൻ ചോദിക്കാം. എത്തിയല്ലോ. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? നിന്റെ കാര്യം പറയായിരുന്നു. നിന്നെ എങ്ങനെ നാട് കടത്താന്ന് ആലോചിക്കുകയായിരുന്നു. ഓ, ഞാനൊരു ശല്യാണല്ലേ? മോള് നമുക്കൊരു ശല്യാവൂ. എടി മോളെ, നിനക്ക് ഷിബുവിനെ ഇഷ്ടമാണെങ്കിൽ അത് ആലോചിക്കാന്നാ മാമൻ പറയുന്നേ. ഷിബു ചേട്ടനോ? അവൻ നിനക്ക് ചേർന്ന പയ്യനാ. അതെ മോളെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞാൻ അവനോട് സംസാരിച്ചിട്ട് അവന്റെ അഭിപ്രായം കേട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നല്ലത്. ശുഭു, പോവാൻ ഇറങ്ങിയോ? അതേട്ടാ, ഇന്നേ ഓട്ടം കൂടുതലുണ്ട്. ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. ഒരു കാര്യം പറയാണ്ടായിരുന്നു. അതിനെന്താട്ടാ? ഇരിക്ക്. എന്താ എന്താ സീരിയസ് കേസ് ആണല്ലോ? അതേടാ, ബാമയ്ക്കൊരു കല്യാണക്കാരി. ഏതാ ചെക്കൻ? നമുക്കറിയാവുന്ന ചെറുക്കനാ. അതാരാ?
എന്താ ജോലി? സ്വന്തമായിട്ടൊരു ആട്ടയുള്ളതും ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ഒരാളാണ്. അതെ, ഓട്ടോക്കാരനാണെങ്കിൽ ഞാൻ അറിയുന്ന ആളായിരിക്കുമല്ലോ. അതേടാ ചക്ക, നിന്റെ കാര്യമായി പറയുന്നേ. ഞാനും. അതെന്താ, എന്റെ മോളെ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടത്തിന്റെ ഒന്നും അല്ല ചേച്ചി, ഞാനൊരു രണ്ടാം കെട്ടുകാരനല്ലേ. എടാ, എൻ്റെ മോൾക്ക് നിന്നെക്കാളും നല്ലൊരു പയ്യനെ കിട്ടാനില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. അവളോട് ഞങ്ങൾ സംസാരിച്ചു. പ്രസന്നേ, പ്രസന്നേ, ഒന്നിങ്ങി വന്നേ. ഇവിടെ ആരും കാണില്ലല്ലോ. പ്രസന്നേ, ഒരു ഗ്ലാസ് പഞ്ചസാര. ആ തരാലോ. പ്രസന്നേ, ഞാനൊരു കാര്യം അറിഞ്ഞു. എന്ത്? ഇവിടെ എല്ലാരും പറയണ കേട്ടതാ. നമ്മുടെ പ്രസാദിന്റെ പെണ്ണില്ലേ, ആ ഒളിച്ചോടി പോയത്, ആ അവള് തിരിച്ചു വരണം. അവള് പോയവള് തിരിച്ചു വരുന്ന എന്ത് കാര്യത്തിനാ? അവൾ അവനെ കളഞ്ഞിട്ട് പോയതല്ലേ? ആ എരണം കെട്ടവള് തങ്കം പോലെ ഒരു ചെറുക്കനെ കളഞ്ഞിട്ട് കണ്ടവന്റോട് അഴിഞ്ഞോടാൻ പോയതല്ലേ? പ്രസാദിന് എന്തായാലും അവളെ വേണ്ട. കുട്ടികളൊന്നും ഇല്ലാത്ത നന്നായി. ആ സ്വത്തുക്കളെല്ലാം ബാമയ്ക്ക് കിട്ടുമല്ലോ. സ്വത്തും പണമൊന്നും അല്ലല്ലോ ചേച്ചി, നമുക്ക് അഭിമാനമല്ലേ വലുത്. നിന്റെ പഞ്ചസാരയൊന്നും എനിക്ക് വേണ്ട. നിന്റെ മോക്ക് വല്ലതും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അവള് തിരിച്ചൊന്നും നിനക്കൊന്നും കിട്ടൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. ഞാൻ പോവാ. നാട്ടുകാര് പറയണ കേട്ടോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പ്രസാട്ട, ഇത് അളിയൻ, ഇത് പെങ്ങള്. അളിയ, പിന്നെ ഇത് ഭാമയുടെ മാമനാണ്. ഇത് ഭാമയുടെ അമ്മ. നമസ്കാരം. അളിയൻ എന്ത് ചെയ്യുന്നു? ഞാൻ സൗദിയിലാണ്. 10 വർഷത്തോളമായി. അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലീവിന് വന്നതാ, 2 ആഴ്ചയോളമായി. കമ്പനി എങ്ങനെയുണ്ട്? അവിടെ കുഴപ്പമില്ല, നല്ലൊരു കമ്പനിയാണ്. ഇദ്ദേഹം ഹൗസ് വൈഫാ. ചേച്ചി, അവളെവിടെ? ഇവന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ടെൻഷനിലായിരുന്നു. എനിക്ക് ലീവും കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ വന്ന് ഇവന്റെ കാര്യങ്ങൾ നോക്കാനും പറ്റുന്നില്ലായിരുന്നു. ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പല പ്രാവശ്യവും വിളിച്ച് ഇവളോട് ഇവന്റെ കാര്യം മൂവ് ചെയ്യാൻ ഞാൻ പറയാറുണ്ടായിരുന്നു. എന്റെ കൂടെ വന്ന് നിൽക്കാൻ ഞാൻ കുറെ തവണ പറഞ്ഞതാ. അന്നേരം അവന്റെ മാനസിക നില ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ തന്നെ നിന്നതാ. അതുകൊണ്ട് എന്താ, നല്ല തങ്കക്കുടം പോലൊരു പെങ്കൊച്ചിനെ അവന് കിട്ടാൻ പോവല്ലേ. എനിക്കിവിടെ കാറ്ററിംഗ് പരിപാടി ഒന്നും അറിയാലോ. അതറിയാം. എന്നെ കൂടുതൽ സഹായിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളിയാണ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി, മോളിങ്ങി വാ. ഇത്രയും നാളും അവനെ പറ്റി ഓർത്ത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ജീവിതം കിട്ടാൻ പോവല്ലേ. ഇനി മോള് വേണം അവന്റെ കാര്യം നോക്കാൻ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്തണമെന്നാണ്. എനിക്ക് ലീവ് കുറച്ചേ ഉള്ളൂ. പോകുന്നതിന് മുമ്പേ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഞാൻ എല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ചടങ്ങുകളൊന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അടുത്തുള്ള നല്ലൊരു തീയതി നോക്കി ലഘുവായിട്ടങ്ങ് നടത്താം. അപ്പോൾ എന്ത് പറയുന്നു ഷിബു? ആയിക്കോട്ടെ, ചെറിയ രീതിയിൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും അടുത്ത ബന്ധുക്കളൊക്കെ അറിയിക്കണ്ടേ? അല്ലളിയ, രണ്ടാം കെട്ടല്ലേ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട്. അവനതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഓക്കെ, അത് മതി. നിങ്ങൾക്ക് എന്തെങ്കിലും? ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ നടത്താം. എങ്കിൽ അടുത്തൊരു നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ടെ നമുക്കത് മൂവ് ചെയ്യാം അല്ലേ? എന്താ അമ്മയുടെ അഭിപ്രായം? എല്ലാം അവന്റെ തീരുമാനം പോലെ. നമുക്കും അവള് മാത്രമേ ഉള്ളേ. പിന്നെ അങ്ങനെ തീരുമാനിക്കാം. ഓക്കെ. ആയിക്കോട്ടെ.